നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നാം സാധാരണയായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ കേൾക്കുന്ന ഒരു വിഭാഗമാണ് നവജാത ശിശു പരിചരണ വിഭാഗം. എന്താണ് ഈ വിഭാഗത്തിൻ്റെ പ്രാധാന്യം? ഇനി മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക രീതിയിലുള്ള പരിചരണവും സംരക്ഷണവും ആവശ്യമാണ്. ഏതു തരത്തിലുള്ള സംരക്ഷണം നൽകണം, ചികിത്സകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ റിനൈ മെഡ്സിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് നിയോനെറ്റോളജിസ്റ്റായ ഡോക്ടർ റാണി അമീന ബഷീർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവും. ഇവർ രണ്ടും കൂടെ തീർക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഈ നിയോനെറ്റോളജി എന്നുള്ള പ്രത്യേക ഒരു വിഭാഗം തന്നെയുണ്ടല്ലോ. അപ്പോൾ എന്താണ് നവജാത ശിശു പരിചരണത്തിൻ്റെ പ്രാധാന്യം? നിയോനെറ്റോളജി എന്ന് പറയുന്നത് നവജാത ശിശു പരിചരണ വിഭാഗം പീഡിയാട്രിക്സിൻ്റെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി സബ് സ്പെഷ്യാലിറ്റി എന്ന് തന്നെ പറയാം. ഇതിൽ സബ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ഇതിനായിട്ട് 2 or 3 years സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന ഡോക്ടേഴ്സാണ്. ന്യൂ ബോൺ ബേബീസിൻ്റെ, നോർമൽ ബേബീസിൻ്റെയും അഥവാ അല്ലാതെ സിക്ക് ബേബീസിൻ്റെയും ഒരു കെയർ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ അമ്മയുടെയും സ്വപ്നമാണ് ഒരു നോർമൽ കുഞ്ഞുണ്ടായി ഒരു നോർമൽ ഡെലിവറിയും കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം വീട്ടിൽ പോകുക എന്നുള്ളത്. അപ്രതീക്ഷിതമായ ചില കോംപ്ലിക്കേഷൻസ് അതിൽ ഉണ്ടായിന്ന് വരാം. ഫോർ എക്സാമ്പിൾ, കുഞ്ഞ് ജനിക്കുമ്പോൾ കരഞ്ഞില്ല എന്ന് വരാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ന്യൂനെറ്റോളജി സെൻ്ററുള്ളൊരു ഹോസ്പിറ്റലിൽ ഡെലിവറി ആവുകയാണെങ്കിൽ ആ കുഞ്ഞിന് അതുകൊണ്ടുണ്ടാവുന്ന പോരായ്മകളൊക്കെ ആദ്യം തന്നെ നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യവും. ഇപ്പോൾ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അമ്മമാർക്ക് അല്ലെങ്കിൽ കൂടെയുള്ളവർക്കൊക്കെ വളരെ ടെൻഷൻസാണ്, ഒരുപാട് സംശയങ്ങളോ. എങ്ങനെയാണ് ഇനി കുട്ടിയെ അത് ശരിക്കുള്ള മാസം തികയുന്നത് വരെ എങ്ങനെ കൊണ്ടുപോകണം, പൂർണ്ണ ആരോഗ്യം ഈ കുഞ്ഞിനുണ്ടാകുമോ, എന്തെങ്കിലും അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടുമോ എന്ന ഒരുപാട് സംശയങ്ങളാണ്. എന്താണ് ഇതിൻ്റെ ഒരു ബർഡൻ? ഒരു പ്രിമച്യൂരിറ്റി എന്ന് പറയുന്നത് ആഗോള തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുകയാണെങ്കിൽ 15 ദശലക്ഷം കുട്ടികൾ പ്രീടേം ബേബീസ് ആയിട്ടാണ് ജനിക്കുന്നത്. അതായത് 1 ൽ 10 കുഞ്ഞുങ്ങൾ പ്രിമച്യൂരിറ്റി ആയിട്ട് ജനിക്കുന്നു. അതിൽ ഓൾമോസ്റ്റ് 1 മില്യൺ എങ്കിലും മരിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് കെയർ കിട്ടാതെ തന്നെ. അപ്പോൾ പ്രിമച്യൂരിറ്റി പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു WHO തന്നെ ഒരു ഗോളായിട്ട് ബൈ 2020 ഒരു ഗോളായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കെയർ പ്രഗ്നൻസിയുടെ സമയത്തുനിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. ഈവൻ പ്രഗ്നൻസി ലെവൽസിൽ, അത് കഴിഞ്ഞ് പ്രഗ്നൻസിയിലും, പിന്നെ അമ്മ ലേബർ പെയിനായി വരുവാണെങ്കിൽ പ്രിമച്യൂർ ബേബി ആണെങ്കിൽ ആ സമയത്തും, പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ജനനം തുടങ്ങി ഇങ്ങോട്ട് ആ കെയർ തുടങ്ങുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ പ്രിമച്യൂർ ബേബി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു സംശയം ഉണ്ടാവാറുള്ളത്, ചില അവസ്ഥകളിലൊക്കെ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കണക്കുകൾ തെറ്റാം, അങ്ങനെയൊക്കെ പല കാരണങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ബേബിയെ പ്രിമച്യൂർ ബേബി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴാണ് നമ്മളിങ്ങനെ കൃത്യമായിട്ട് പ്രിമച്യൂർ ബേബി എന്ന് പറയുന്നത്? 37 കംപ്ലീറ്റഡ് വീക്സിന് മുന്നേ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് പ്രിമച്യൂർ ബേബി എന്ന് പറയുന്നത്. ഫുൾ ടേം എന്ന് പറയുന്നത് 37 to 40 വീക്സ്. അപ്പോൾ അതിലെ എക്സ്ട്രീം പ്രീ ടേം എന്ന് നമ്മൾ പറയുന്നത് 28 വീക്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് എക്സ്ട്രീം പ്രീ ടേം എന്ന് പറയുന്നത്. ഒരു കോളുണ്ട് ഡോക്ടർ. ഹലോ. നമസ്കാരം, ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ചോദിച്ചോളൂ, എന്താണ് സംശയം? എന്റെ സഹോദരന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഇപ്പൊ 1.5 മാസമായി ഡെലിവറി കഴിഞ്ഞു, നോർമൽ ഡെലിവറി ആയിരുന്നു. കുഞ്ഞെപ്പോഴും കവിട്ടുക, പാല് കുടിച്ചാൽ അങ്ങ് കവിട്ടുക. അത് മാത്രമല്ല നെറുകയില് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുവാണ്. മാസം തികഞ്ഞ് ജനിച്ച കുഞ്ഞാണോ? അതെ 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 അതെ. ഓക്കെ. കുഞ്ഞിന്റെ തൂക്കമൊക്കെ എങ്ങനെയുണ്ട്? അത് പിന്നെ മോന് 3,400 ഉണ്ടായിരുന്നു ജനിച്ചപ്പം. ഇപ്പൊ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടറെ കൂട്ട് നിയോനെറ്റോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പം വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അവര് ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യം എനിക്ക് അറിയത്തുള്ളൂ. ഓക്കെ. അപ്പോൾ കുഞ്ഞിനെ നമ്മൾ കാണിച്ച് ഇപ്പൊ വെയിറ്റ് ലോസ് ഒന്നും അല്ല, 4 കിലോ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ എപ്പോഴും ഇങ്ങനെ വോമിറ്റ്, പാല് കുടിച്ച് കുറച്ച് അന്നേരം തന്നെ വോമിറ്റ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അങ്ങ് അവള് സ്റ്റാഫ് നേഴ്സ്, അവള് മൂക്കിൽ കൂടെ വലിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞിൻ്റെ ഫീഡിങ്ങിനെ പറ്റി അമ്മയോട് കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് ഫീഡിങ്, ഏത് തരത്തിലുള്ള ഫീഡിംഗ് ആണ് കൊടുക്കുന്നത്, ബ്രസ്റ്റ് ഫീഡിംഗ് ആണോ അതോ അതിന് മീതെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, അമ്മയുടെ പാല് ഇപ്പം 3.4 ഉണ്ടായിരുന്ന കുഞ്ഞ് 45 ദിവസത്തിൽ 4 കിലോ ആയി. അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് അമ്മയുടെ അടുത്തുനിന്ന് പ്രോപ്പറായിട്ടൊരു ഫീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം അറിയണം. എന്നിട്ട്
ഈ കുഞ്ഞുങ്ങൾക്ക് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ ഫുഡ് പൈപ്പിൽ നിന്ന് വയറിലേക്ക് പോകുന്ന അവിടുത്തെ സ്ഫിങ്ക്റ്റർ ചിലപ്പോൾ കുറച്ച് അത് ടൈറ്റ് ആവണം എന്നില്ല. അപ്പം മേലോട്ട് തികട്ടി വരുന്ന മാതിരി ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് വരാം. അപ്പോൾ അത് ഫീഡിങ്ങിൻ്റെ പ്രോബ്ലം ആണോ എന്നുള്ളത് അമ്മയോട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഹിസ്റ്ററി എടുത്തിട്ട് കുഞ്ഞിനെ ഒന്ന് പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഒരു ന്യൂനറ്റോളജിസ്റ്റ് കണ്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ പൊസിഷനിങ്ങും എല്ലാം ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. പാല് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മുതുകത്ത് തട്ടി എയർ കളയണം. പിന്നെ അത് കഴിഞ്ഞ് കുടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. കിടത്തുന്ന പൊസിഷൻ നേരെ കുഞ്ഞിനെ ഫ്ലാറ്റായിട്ട് കിടത്താണ്ടിരിക്കുക. തല കുറച്ച് പൊക്കി കുറച്ച് സമയം ഒരു 30 ഡിഗ്രി ആംഗിളിൽ കിടത്തുക. അല്ലെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് താഴെ വരുന്ന മാതിരി കുറച്ച് സമയം കിടത്തുക. ഇങ്ങനെ പൊസിഷണലായിട്ടും ഇത് ഒരുവിധം നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് ഛർദിലിന് വേറെ എന്തെങ്കിലും തികട്ടി വരുന്നതിന് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് ഡോക്ടറെ കണ്ടിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായി വരും. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ റാണി. ഹലോ, ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട് ഡോക്ടർ. നമ്മളൊരു കുട്ടീന്റെ അവസ്ഥ പറയാൻ വിളിച്ചതാ. എന്താണ് കുട്ടി ഇപ്പൊ 2.5 വയസ്സ് കഴിഞ്ഞു. ഓന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പത്തിൽ കരയാത്ത പ്രശ്നം വന്നിട്ട് മംഗലവാരം വെള്ളോക്കില്. ശരിക്കും വ്യക്തമായിട്ട് ചോദിക്കൂ. കുട്ടി ജനിച്ചപ്പോ കരഞ്ഞില്ല? ഇപ്പൊ നോക്കുമ്പോ കുട്ടി എന്ത് ചെയ്യുന്നില്ല അവനായിട്ട്. എന്താ അത് മനസ്സിലായില്ല? ഈ ചെറുപ്പത്തില് കരയാല് ഉണ്ടായ പ്രശ്നോ? അതെ, കുഞ്ഞ് കരഞ്ഞില്ല എന്നുള്ള പ്രശ്നം. ഇപ്പോ കുട്ടി എന്താണ് അവസ്ഥ എന്നൊന്ന് പറയാമോ? ഇപ്പൊ കുട്ടി കരയുന്നേ കരയുന്നത് മാത്രം ഓനായിട്ട് എന്ത് ചെയ്യുന്നില്ല. നടക്കുന്ന ഇരിക്കുന്ന ചെറുപ്പത്തിൽ തന്നെ. 2.5 വയസ്സുള്ള കുഞ്ഞാണെന്നല്ലേ പറഞ്ഞത്? 2.5 വയസ്സ്. 2.5 വയസ്സുള്ള കുഞ്ഞ് നടക്കുന്നില്ല. അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ ബാക്കി ഡെവലപ്മെൻ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് കുഞ്ഞിനെ ഒരു ഡെവലപ്മെൻ്റൽ ഇവാലുവേഷൻ വേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഒരു ഡെവലപ്മെൻ്റൽ പീഡിയാട്രീഷ്യനെ കാണിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫിസിയോതെറപ്പി, പിന്നെ ഓക്കുപേഷണൽ തെറപ്പി, ഇവരെയൊക്കെ ആയിട്ട് പിന്നെ സൈക്കോളജി, ഇവരുടെയൊക്കെ ഒരു ഇവാലുവേഷൻ കുഞ്ഞിന് വേണ്ടി വരും. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കുഞ്ഞിൻ്റെ വളർച്ച, അത് പിന്നെ ഫിസിക്കലായിട്ടുള്ള വളർച്ച മാത്രമല്ല മെൻ്റലായിട്ടുള്ള വളർച്ചയും ഏത് സ്റ്റേജിലെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ആ ഇവാലുവേഷൻ്റെ ബേസിസിൽ എന്താണ് നമ്മൾ അവിടെ കുഞ്ഞിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോഴേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കൃത്യമായിട്ട് ഇത് ഡോക്ടറെ തന്നെ നേരിട്ട് കാണിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുക അല്ലേ? ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പ്രിമച്വർ ബേബീസ് ഇപ്പോൾ നേരത്തെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപേ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങാം എന്നിങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കുഞ്ഞുണ്ടാകുന്നത് ഒരു പക്ഷേ പ്രിമച്വർ ആയേക്കാം എന്നുള്ളത് ഊഹിക്കാനോ അങ്ങനെയുള്ള പ്രത്യേക കേസുകൾ എന്തെങ്കിലും ഉണ്ടോ? സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയും. അമ്മയുടെ സെർവിക്സ് കുറച്ച് വികസിച്ചിരിക്കുന്ന ഫ്രീക്വൻ്റ് ആയിട്ട് അബോർഷൻസ് ഉണ്ടാവുന്ന അമ്മമാർക്ക് അത് യൂഷ്വലി ഗൈനക്കോളജിസ്റ്റ് അത് മനസ്സിലാക്കാറുണ്ട്. ഒബ്സ്റ്റട്രീഷ്യൻ മനസ്സിലാക്കിയിട്ട് അവിടെ താഴെ ഒരു റിങ് ഇട്ടിട്ട് സർക്ലാജ് എന്ന് പറയും. അത് കൂടുതൽ ഗൈനക്കോളജിസ്റ്റുകൾ അത് മനസ്സിലാക്കി നേരത്തെ ചെയ്യാറുണ്ട്. അതൊരു എക്സാമ്പിൾ. അതേപോലെ അമ്മയ്ക്ക് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അൺകൺട്രോൾഡ് പ്രഗ്നൻസിയിൽ ഹൈപ്പർ ടെൻഷൻ വരുന്നു, ഹൈ BP വരുന്നു, അങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഒരളവ് വരെ ഇങ്ങനെ സിവിയർ ഡയബറ്റിസ്, അപ്പോൾ അതൊക്കെ ഒരു അളവ് വരെ ഇങ്ങനത്തെ പ്രിമച്വർ ബേബീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ട്രിപ്ലറ്റ് പ്രഗ്നൻസി ഉണ്ടാവുമ്പോൾ അതും ഒരു റിസ്ക്കാണ്. അത് നമുക്ക് നേരത്തെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് ഗുഡ് ന്യൂട്രീഷൻ, അമ്മമാർക്ക് പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ, അവരെ എഡ്യൂക്കേഷൻ, പിന്നെ ഒരു ഹെൽത്ത് ചെക്കപ്പൊക്കെ നടത്തുക, പിന്നെ പ്രിവെൻഷൻ ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, പ്രോപ്പർ സ്പേസിങ്, അതൊക്കെയാണ് ആ പ്രിവെൻഷൻ്റെ ഭാഗത്തിൽ വരുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ഹലോ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എന്റെ മോനാണ്. മോനെ ഇരുട്ടിന്നാ വിളിക്കുന്നത്. പിന്നെ എന്റെ മോന് 2 വയസ്സാകാറായി. മാസം തികയാണ്ട് ഉണ്ടായതാണ്. 8ാം മാസം തുടക്കമുള്ളതാണ്. പിന്നെ 2 വയസ്സായിട്ട് വെയിറ്റ് ഒന്നും അങ്ങനെ ഇല്ല. വെയിറ്റ് ഇല്ല. പിന്നെ വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വെയിറ്റ് ഇല്ല ഒരു കാര്യം. പിന്നെ
മൂക്കടപ്പുണ്ടാവും. എന്നും മൂക്കടപ്പിട്ട് ഭക്ഷണം ഒന്നും കഴിക്കില്ല. അല്ലാണ്ട് കുഞ്ഞിന്റെ ബാക്കി നടക്കുന്നതും ബാക്കി ബുദ്ധിപരമായും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇത് രണ്ടും അല്ലാതെ? ജനിക്കുമ്പോ 650 വെയിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. വേറെ ഡെവലപ്മെന്റിൽ ഒന്നും ബുദ്ധിമുട്ട് തോന്നിയില്ലല്ലോ അല്ലേ? ഈ ശ്വാസം കഴിക്കാൻ ചെറുങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് മരുന്ന് കഴിക്കുന്ന കുറച്ച് കുറവുണ്ടാവും. പിന്നെ അതുപോലെ ശ്വാസം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അത് മാത്രമേ ഉള്ളൂ. വേറെ മൂക്കടപ്പ് മാത്രമേ ഉള്ളോ അതോ വീസിങ്ങിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു കാണിച്ചപ്പോ. ഓക്കെ. ഈ വെയിറ്റ് കുറവ് എനിക്ക് തോന്നുന്നു ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. കുഞ്ഞിൻ്റെ വളർച്ചയും ഈ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയും ഇട്ടിട്ട് ഗ്രോത്ത് ചാർട്ടിലിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ആദ്യം തൊട്ട് കുഞ്ഞിൻ്റെ വളർച്ച എങ്ങനെയാണ് പോകുന്നതെന്ന്. അതനുസരിച്ച് പ്രോപ്പറായിട്ട് ഒരു ഡയറ്റീഷ്യൻ്റെ അഡ്വൈസ് എടുത്തിട്ട് അതനുസരിച്ച് ഫീഡിങ് കുഞ്ഞിൻ്റെ ഭക്ഷണ രീതികൾ ക്രമീകരിക്കണം. പിന്നെ മൂക്കടപ്പിൻ്റെ കാര്യവും എനിക്ക് ഒരു പീഡിയാട്രീഷ്യനെ കണ്ടിട്ട് അതിനനുസരിച്ച് തീരുമാനിക്കുക. അഡിനോയിഡ്സിൻ്റെ പ്രോബ്ലം വല്ലതും ഉണ്ടോ എന്നൊക്കെയുള്ളത് പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് അവർ ഡിസൈഡ് ചെയ്യും ഫർദറായിട്ട് ENT വല്ലതും കാണേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം ഈ കുട്ടികൾ മാസം തികയാതെ പ്രസവിക്കുന്നത് തന്നെ ചിലർ 8 മാസമൊക്കെ ആകുമ്പോൾ പ്രസവിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് കാണാറുണ്ട്. പക്ഷേ ചില സമയത്ത് 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ കുട്ടികൾ പുറത്ത് എടുക്കേണ്ടി വരാറുണ്ട് ചില അവസരങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ അവരുടെ സംരക്ഷണം എങ്ങനെയാണ്? അപ്പോൾ ഒരു മാസം തികയാതെ ജനിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കെയർ എന്ന് പറയുന്നത് ഒരു അമ്മയെ പ്രസവ വേദനയോടെ അല്ലെങ്കിൽ ഒരു ഇംപെൻഡിങ് ലേബറായിട്ട് ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയം തൊട്ട് തുടങ്ങുന്നു. കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും ഇമ്മച്ചുർ ആയിരിക്കും മാസം തികയാതെ ജനിക്കുന്നത് കൊണ്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ലങ്സിൻ്റെ ഒക്കെ വളർച്ച ഒന്നും കൂടെ ഒന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് അമ്മയ്ക്ക് കൊടുക്കും. 24 hours എപ്പാർട്ടായിട്ട് 2 ഡോസ് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ലങ്സിൻ്റെ വളർച്ച കുറച്ചും കൂടെ ഫാസ്റ്റ് ആവും. അതേപോലെ വേറൊരു കോംപ്ലിക്കേഷനായിട്ട് ബ്രെയിനിൻ്റെ ബ്ലീഡ് വരാം ഈ കുഞ്ഞുങ്ങളിൽ. അതിൻ്റെ ഒരു ഇൻസിഡൻസും കുറയും. അതൊന്ന്. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മഗ്നീസിയം സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചെക്ഷൻ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതും ഡെലിവറിക്ക് മുമ്പ് 32 വീക്സിന് മുമ്പ് വരുന്ന അഡ്മിറ്റഡ് ആവുന്ന അമ്മമാർക്ക് ഡെലിവറി ആവുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന്. അതുപോലെ നേരത്തെ ലേബർ തുടങ്ങുന്നതിന് മുമ്പ് വെള്ളം പൊട്ടി പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്തും അവർ നിർത്തുന്നുണ്ട്. ഇനി നിയോനിറ്റോളജിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കുഞ്ഞുങ്ങളെ ഒബ്സ്റ്റട്രീഷ്യൻ ഞങ്ങളുടെ അടുത്തേക്ക് വിടാറുണ്ട്. ഈ പാരൻസിനെ ഞങ്ങളുടെ അടുത്തേക്ക് വിടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അവർക്ക് എന്താണ് അവർ കുഞ്ഞ് ജനിക്കുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി ഒരു കൗൺസിലിംഗ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കാറുണ്ട്. അതിൽ NICUവിൻ്റെ ഒരു ടൂറും പറ്റുമെങ്കിൽ പുറം രാജ്യങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിൽ അതും അതിൻ്റെ ഭാഗമാണ്. പാരൻസ് ഞങ്ങളെ ആദ്യമായിട്ട് അപ്പോഴായിരിക്കും കാണുന്നത്. കാരണം ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഒരു പ്രിമച്വർ ബേബി ജനിക്കുമെന്ന്. അപ്പോൾ ഒബ്സ്റ്റട്രീഷ്യൻസ് ആ സമയത്ത് ന്യൂനിറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് വിടുന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഫാമിലിയുമായിട്ടൊരു റാപ്പോ ഉണ്ടാക്കാനും അവർക്ക് NICയുമായി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും പിന്നെ അവർക്ക് കുറച്ചും കൂടെ അമ്മ ഒരു അറ്റ് ഈസിൽ ഡെലിവറി ഫേസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഇത് ഇങ്ങനെ ഒരു കുഞ്ഞ് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ NICയുവിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി പ്രിപ്പറേഷൻസ് ഉണ്ടാവാറുണ്ട്. ആ കുഞ്ഞിനെ പ്രോപ്പറായിട്ട് എങ്ങനെ റിസീവ് ചെയ്യാം, റൈറ്റ് ഫ്രം ദ ടൈം ഓഫ് ബർത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള നിലയ്ക്ക് യൂണിറ്റ് എപ്പോഴും സജ്ജമാവാറുണ്ട്. ഇപ്പോൾ കുഞ്ഞിനെ സർജറിക്ക് എടുക്കുകയാണ്, അമ്മ സിസേറിയൻ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ അമ്മ ഒരു നോർമൽ ഡെലിവറിക്ക് പോവുകയാണെങ്കിൽ ആ സമയത്ത് ആദ്യം തന്നെ ഞങ്ങൾ ചിന്തിക്കുന്നത് അഡിക്വേറ്റ് ആയിട്ടുള്ള മാൻ പവർ ആ കുഞ്ഞിനെ റിസീവ് ചെയ്യാനും ആ കുഞ്ഞിൻ്റെ ഫർദർ കെയറിനുമായിട്ട് അത്യാവശ്യം വേണ്ടുന്ന സ്റ്റാഫിനെ എല്ലാവരെയും അറേഞ്ച് ചെയ്യും തുടക്കത്തിൽ തന്നെ. പിന്നെ അടുത്തത് കുഞ്ഞ് ജനിക്കുന്ന റൂമിൻ്റെ ടെമ്പറേച്ചർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനിക്കുന്ന റൂമിൻ്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രിക്ക് മേലെ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും. സിസേറിയൻ ചെയ്യുകയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ AC സ്വിച്ച് ഓഫ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. എന്റെ മകള് 31 വീക്സിൽ ഉണ്ടായതായിരുന്നു, ട്വിൻസ് ആയിരുന്നു. ബർത്ത് വെയിറ്റ് 1.3 ഉള്ളായിരുന്നു, 1 മാസം NICയിലായിരുന്നു. പക്ഷെ ഇപ്പൊ കുട്ടിക്ക് 3 വയസ്സാവാനായി. പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നതിലൊക്കെ കുറെ ഡിലേ ഉണ്ട്. അത് ഈ പ്രീമച്വർ ആയതുകൊണ്ടുള്ളതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രിമച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റൽ ഡിലേയുടെ
ഒരു റിസ്ക് ഫാക്ടറാണ്, ഒരു പ്രധാന റിസ്ക് ഫാക്ടറാണ്. ഓരോ വീക്ക് ഫുൾ ടേമിൽ നിന്ന് ബാക്കിലോട്ട് പോകുമ്പോഴും ഡെവലപ്മെൻറ്റൽ ഡിലേയുടെ റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നേരത്തെ ഇൻ്റർവീൻ ചെയ്താൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കുറയാം ഒത്തിരി. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കേസിൽ കുഞ്ഞ് നടക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഒരു ഓഡിയോളജിസ്റ്റ്, അപ്പോൾ അവർ ഹിയറിംഗ് ആണ് ചെക്ക് ചെയ്യുന്നത്, ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് പാത്തോളജിസ്റ്റ്, അത് രണ്ടും അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്പീച്ചിൻ്റെ പാർട്ടും ഹിയറിംഗ് പാർട്ടും അവർ നോക്കും. അതേസമയം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ഇവാലുവേഷനും ഉണ്ടെങ്കിൽ ആ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞ് ചെയ്യുന്നുണ്ടോ എന്ന് അവർ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണ്ടുന്ന ഇൻ്റർവെൻഷൻസ് കുഞ്ഞിന് കൊടുക്കും. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെയും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെയും കാണിക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, അല്ലെ? കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അത് നേരത്തെ തൊട്ടേ നമ്മൾ ആ ഡെവലപ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ലാസ്റ്റ് മിനിറ്റ് ഡിറ്റക്ട് ചെയ്യാതെ സമയത്ത് നമുക്കതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡോക്ടർ നേരത്തെ പറഞ്ഞത് കുട്ടി ജനിക്കുന്ന റൂമിലെ ടെമ്പറേച്ചർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് അതിൻ്റെ ഒരു ഹൈപ്പോതെർമിയ, അതായത് ലോ ബോഡി ടെമ്പറേച്ചർ, നമ്മൾ പറയുന്നത് ലെസ് ദൻ 36, അതിന് താഴെ ടെമ്പറേച്ചർ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന റിസസിറ്റേഷൻ ഒന്നും ആ ബേബി റെസ്പോണ്ട് ചെയ്തു എന്ന് വരില്ല. അത് മാത്രമല്ല വേറെ അത് തുടക്കത്തിൽ, അത് കഴിഞ്ഞിട്ട് ബേബിയുടെ ഔട്ട്കം ഡെവലപ്മെൻറ്റ് വൈസ് ആണെങ്കിലും കുഞ്ഞിൻ്റെ ബ്രെയിൻ ബ്ലീഡിൻ്റെ കാരണം വെച്ചിട്ടാണെങ്കിലും കുഞ്ഞിൻ്റെ ഔട്ട്കം മോശമായിട്ടാണ് സ്റ്റഡീസിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, റൂമിൻ്റെ ടെമ്പറേച്ചർ, അതൊന്ന്. പിന്നെ കുഞ്ഞ് വരുമ്പോൾ തന്നെ കുഞ്ഞിനെ തുടയ്ക്കാതെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് കവർ ചെയ്യും. ഇവിടെ യൂസ് ചെയ്യുന്നത് ക്ലിങ് റാപ്പ് അല്ലെങ്കിൽ ബബിൾ റാപ്പ് വെച്ചിട്ട് അപ്പം തന്നെ കുഞ്ഞിനെ കവർ ചെയ്യുന്നു, കുഞ്ഞിൻ്റെ തലയിൽ ക്യാപ്പ് ഇടുന്നു. അതേപോലെ ഫർദറായിട്ട് കുഞ്ഞിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ഇൻക്യുബേറ്ററിൽ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നു. അത് ഒരു ആസ്പെക്റ്റ്. അടുത്തൊരു കോളിന് ശേഷം തുടരാം. ഹലോ, ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം മാഡം. എന്റെ മോനെ മാസം തികഞ്ഞു എന്നെ പ്രസവിച്ചത്. അവനിപ്പോ 7 വയസ്സായി. അവന്റെ നെഞ്ച് മൊത്തത്തിൽ ഇപ്പൊ മുമ്പോട്ട് തള്ളി നിൽക്കുന്നു. അവനെ ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് കൂടെ പറയുന്നുണ്ട്. അത് ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോഴ ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ അത് വളരുമ്പം ബോഡി നല്ല ഇതായിട്ട് വരുമ്പം ശരിയാവും. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു അസ്ഥി തള്ളി പോലെ നിൽക്കുന്നു. കാണിച്ചത് പീഡിയാട്രീഷ്യനെ ആണോ കാണിച്ചിരുന്നത്? ഇത് ഞാൻ അല്ല, ഈ ഗർഭിണിയുള്ള ഡോക്ടറെ കാണിക്കണം, ആ ഡോക്ടറെ തന്നെ കാണിച്ചത്. അപ്പോൾ ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കണം കുഞ്ഞിനെ. അപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയും വെയ്റ്റും ഹൈറ്റും ജനറലായിട്ടുള്ള ഗ്രോത്ത് എല്ലാം അസസ് ചെയ്തിട്ട് പിന്നെ വേറെ ഏതെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ വേണ്ടി വരും. കുഞ്ഞിനെ പീഡിയാട്രീഷ്യനെ കാണിക്കുക, ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാവുന്നതാണ് എന്താണ് കാരണം എന്നുള്ളത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഹലോ. ഹലോ മാഡം, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. മാഡം പാലക്കാട് നിന്നാണ് വിളിക്കണേ. ചോദിച്ചോളൂ. കുഞ്ഞ് 8ാം മാസത്തില് പ്രസവിച്ച കുഞ്ഞാണ്, പെൺകുട്ടിയാണേ. 3,300 ഉണ്ടായിരുന്നു പ്രസവിച്ചപ്പോ വെയിറ്റ്. അപ്പൊ ഹോസ്പിറ്റലുകാർ ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പം ഒരു കിഡ്നിക്ക് നീർക്കെട്ടാണ് പറഞ്ഞു. പിന്നെ ഹേർട്ടിന് എന്തോ ഒരു സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്തത് ഹോൾ ഉണ്ട് എന്ന് പറഞ്ഞു, 2-3 ഹോൾ ഉണ്ട് പറഞ്ഞു. ഇപ്പൊ ജനിച്ച മുതൽ ഒരു കറകറപ്പ് ഉണ്ട് കുട്ടിക്ക്. ഇപ്പൊ 6ാം മാസം ആവും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് ആ കറകറപ്പ്. അത് എന്താന്നുള്ളത് അറിയില്ല. ബേബി വെന്റിലേറ്ററിലൊക്കെ കിടന്ന കുഞ്ഞാണോ? അതിൽ കിടത്തിയിട്ടില്ല. ICUല് പ്രസവിച്ചിട്ട് ഒരു 10-11 ദിവസം കിടത്തിയായിരുന്നു. ഓക്കെ. അപ്പോ പീഡിയാട്രീഷ്യൻ കാണുന്നില്ലേ കുഞ്ഞിനെ? കാണുന്നുണ്ട്, കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ കറകറപ്പിന്റെ കാര്യം എന്താന്ന് അറിയില്ല. കറകറപ്പ് ഉദ്ദേശിക്കുന്നത് വീസിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? ഈ കഫക്കെട്ട് പോലെ. കഫക്കെട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ പക്ഷേ അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും വയസ്സൊക്കെയിൽ സാമാന്യ ഏതൊരു കുഞ്ഞിൻ്റെയും സെയിം റിസ്ക് തന്നെയാണ് ഉള്ളത്. പക്ഷെ എന്നാലും ഒരു പീഡിയാട്രീഷ്യനെ ഒന്ന് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രിമച്വർ ബേബിയെ NICUലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ടെന്നുള്ളത്. ട്രാൻസ്പോർട്ടിന് മുമ്പ് റിസസിറ്റേഷൻ്റെ ഫുൾ പാർട്ട് വേറെ ഒന്നെന്ന് വെച്ചാൽ ഒന്ന് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, രണ്ടാമത് കുഞ്ഞിൻ്റെ ബ്രീത്തിങ് സപ്പോർട്ട്.
അതിനുവേണ്ടി ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പ്രഷർ കൊടുത്ത് കുഞ്ഞിനെ ശ്വസിക്കാൻ വേണ്ടി സഹായിച്ചെന്നിരിക്കും. ചിലപ്പോൾ കുഞ്ഞിൻ്റെ എയർവേയിലോട്ട് ട്യൂബ് ഇട്ടിട്ട് ഒരു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നെന്നിരിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് റെയറായിട്ട് ഒരു കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീസസിറ്റേഷൻ, ചെസ്റ്റ് കംപ്രഷൻ അങ്ങനത്തെ ഇതൊക്കെ വേണ്ടി വന്നെന്നും ഇരിക്കും. ഇങ്ങനെ കുഞ്ഞിനെ വാമായിട്ട് നമ്മൾ NICUവിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമ്മൾ കുഞ്ഞിനെ മോണിറ്റേഴ്സിലൊക്കെ അപ്പോൾ തന്നെ കണക്ട് ചെയ്യുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ആഫ്റ്റർ കെയർ, ബ്രെയിൻ ബ്ലീഡ് ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 72 hours 95% ചാൻസ് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അവറിൽ ചെയ്യുക. കുഞ്ഞിന് IV ലൈനിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പൊക്കിൾക്കൊടി കൂടെയാണല്ലോ കുഞ്ഞുങ്ങൾക്ക് അമ്മയിൽ നിന്ന് ന്യൂട്രീഷൻ കിട്ടുന്നത്. അതേ സെയിം റൂട്ടിൽ കൂടെ പൊക്കിൾക്കൊടിയിലുള്ള വെയിനിൽ നമ്മൾ ട്യൂബ് ഇട്ടിട്ട് അതുവഴിയാണ് കുഞ്ഞിന് ഡ്രിപ്പിലൂടെ ന്യൂട്രീഷൻ കൊടുക്കുന്നത് തുടങ്ങുമ്പോൾ. അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട്, ബ്രീത്തിങ് എല്ലാം മോണിറ്റർ ചെയ്യും, എല്ലാ ഫെസിലിറ്റീസും മോണിറ്റർ ചെയ്യും, ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്യും. ഫസ്റ്റ് 48 hours ഇൻഫെക്ഷൻ്റെ ഒരു റിസ്ക്, പ്രീ ടേം ലേബറിന് കാരണം ഇൻഫെക്ഷൻ ആവാം, അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. എന്നിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഫാമിലി, അച്ഛനായിരിക്കും അന്നേരം ഉണ്ടാവും, അവരെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പിലും കുഞ്ഞിൻ്റെ പ്രോഗ്രസ് അവരെ ഇൻഫോം ചെയ്യും. ഈ ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള കെയർ എന്താണ്? അപ്പോൾ ഡെവലപ്മെൻ്റൽ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബ്രെയിൻ ബ്ലീഡിൻ്റെ റിസ്ക് കഴിഞ്ഞുള്ള ടൈമിൽ അത് തീർന്ന 72 hours അതിൻ്റെ മേജർ ബ്ലീഡ് റിസ്ക് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ കെയർ, കുഞ്ഞ് സ്റ്റേബിൾ ആവുന്നതിനനുസരിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും കെയർ കുഞ്ഞിന് കൂടുതൽ കിട്ടുക. അതായത് ഫോർ എക്സാമ്പിൾ കങ്കാരു മദർ കെയർ എന്ന് പറയുന്നുണ്ട്. കങ്കാരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ സെയിം പ്രിൻസിപ്പിളാണത്. അമ്മയുടെ നെഞ്ചിൽ അമ്മയുടെ ചൂടും പിടിച്ച് കുഞ്ഞിനെ കുറച്ച് നേരം വെക്കുന്ന ഒരു സംവിധാനം ഇപ്പം യൂസ് ചെയ്യാറുണ്ട്. അത് അമ്മയ്ക്കും ചെയ്യാം, അച്ഛനും ചെയ്യാം. അതുകൊണ്ട് കുഞ്ഞിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. കുഞ്ഞിൻ്റെ റെസ്പിറേഷൻ, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ ഇതെല്ലാം സെറ്റിലാവും. നല്ല സ്ലീപ്പുണ്ട്, പെയിൻ കൺട്രോൾ ഉണ്ട്. കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് ഫ്യൂച്ചറിൽ പ്രൊമോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഓരോ ക്യൂസ്, കുഞ്ഞിൻ്റെ കൈ അനങ്ങിയാൽ എന്തായിരിക്കും, ഇതൊക്കെ കുഞ്ഞിൻ്റെ കെയറിൽ പാരൻസിനെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അവർക്ക് കുഞ്ഞിൻ്റെ ഓരോ പ്രോഗ്രസ്സും അവരെ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഫാമിലി സെൻറ്റേർഡ് കെയർ. അപ്പോൾ പേരൻസും ഡോക്ടേഴ്സും എല്ലാം കുഞ്ഞിൻ്റെ കെയറിൽ പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഡോക്ടർ ഈ എന്താ പറയുക, മുലയൂട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മുലയൂട്ടുന്നില്ല അല്ലേ? കുഞ്ഞിനെ അങ്ങനെ മുലയൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ആ ഫസ്റ്റ് ഡേ തന്നെ ഈവൻ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് തന്നെ അമ്മയെ എൻകറേജ് ചെയ്യും. ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് ചെറിയ ബോട്ടിലാക്കി കിട്ടുന്ന അത്ര പാല് കൊണ്ടുവരാൻ നമ്മൾ അമ്മയോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനുള്ള ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. കിട്ടുന്നതിനനുസരിച്ച് സ്മോൾ എമൗണ്ട്സ് നമുക്ക് ഒറ്റയടിക്ക് കുഞ്ഞിൻ്റെ GITയും ഒന്നും മെച്ചുവർ അല്ല, അതുകൊണ്ട് ചെറിയ എമൗണ്ടിലെ പാല് തുടങ്ങാൻ പറ്റുള്ളൂ. അത് മെല്ലെ മെല്ലെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരും. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞു ഹോസ്പിറ്റലിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നീട് കുട്ടിയുടെ വല്ല ഇമ്മ്യൂണൈസേഷൻ അതിനൊക്കെ തന്നെയാണ് ചിലപ്പോൾ വരിക. കൃത്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ വരാനൊക്കെ പലർക്കും മടിയാണ്. പക്ഷേ നമ്മുടെ ഈ പ്രിമച്വർ ബേബീസിൻ്റെ കാര്യത്തിൽ നിയോ നേറ്റൽ ഒരു ഹെൽപ്പും കെയറും ഒക്കെ വേണ്ടി വന്ന കുഞ്ഞിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? പിന്നെ ഏത് കുഞ്ഞിനെ ആണെങ്കിലും ഇപ്പോഴത്തെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ആയി 48 hours കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ തിരിച്ച് വിളിക്കാറുണ്ട്. അത് എങ്ങനെ ഫീഡിങ്, എങ്ങനെ വീട്ടിൽ എങ്ങനെ അമ്മ ഫീഡ് ചെയ്യുന്നു, കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിൻ എങ്ങനെ വരുന്നു, അതേപോലെ ജോണ്ടിസിൻ്റെ മഞ്ഞപ്പിൻ്റെ റിസ്ക് കുഞ്ഞുങ്ങളിൽ കൂടുതലായി കാണുന്ന സമയം ഇതറിയാൻ വേണ്ടി വിളിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് പ്രിമച്വർ ബേബിക്കും. അവരെ വീട്ടിൽ പോയിട്ട് എങ്ങനെയാണ് ടെമ്പറേച്ചർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പാല് കുടിക്കുന്നത് എങ്ങനെയാണ്, വെയിറ്റ് ഗെയിൻ ഓക്കെ ആണോ, അതേപോലെ പല ടെസ്റ്റുകളും പിന്നെ ഫോളോ അപ്പിലും കണ്ണിൻ്റെ ടെസ്റ്റ്, ചിലപ്പോൾ ഹെഡിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ, ഇതൊക്കെ പിന്നെയും ചെയ്യേണ്ടതായിട്ട് കൃത്യമായ ഫോളോ പ്ലാൻ ചാർട്ട് ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് വിടുന്നത്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.